ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചാറ്റ്സ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് മറ്റെവിടെയുമല്ല, ഞങ്ങൾ കുഞ്ഞുനാളെ തൊട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പണ്ട് അച്ഛന് കടയുള്ളപ്പം ഞാൻ മിക്കപ്പോഴും അവിടെ നിന്നാണ് പോയി കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാച്ചനുള്ളപ്പോൾ എനിക്കൊന്നും അയാൾ പോയെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ അച്ചാച്ചനുള്ളപ്പോൾ ഉള്ള ആളല്ല. എന്നാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഇന്ന് അയാൾ ലീവ് എടുത്തതാണ്. ഇന്ന് സൺഡേ അല്ലേ. ചേട്ടനും അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കട ഇവിടെയായിരുന്നു. ഈ ചെമ്മന്നൂരിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സ്ഥിരം കോളേജ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഇവിടുന്ന് വന്ന് മേടിച്ചുകൊണ്ട് കടയിൽ പോയിരുന്നു കഴിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ലോങ് ഇയേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ ഹെൽമെറ്റ് ഒരു ഇറങ്ങിയാറാണല്ലോ. അദ്ദേഹം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണോ? അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇനി അമ്മൂന് ഗോൽഗപ്പ കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പം ഞങ്ങളിനി ഗോൽഗപ്പ കഴിച്ചിട്ട് ആയിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ കട. അതിനുശേഷം ഇതാരും എടുത്തിട്ടുമില്ല. അധികം നാൾ നിന്നിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് അതിനുശേഷം അച്ഛന് ശേഷം ആരും അത് നടത്തിയിട്ടുമില്ല. ഇറ്റ്സ് ലൈക്ക് ഇപ്പോഴും ഇത്രയും വലിയ തിരക്കേറിയ അയ്യപ്പ ടെമ്പിളിലും ആൾക്കാരൊരു കടയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പക്ഷേ എന്നിട്ട് പോലും ആ കട ആരും എടുക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇതുവഴി പോകുമ്പോൾ ആ ഒരു ഫീലാണ്. അച്ഛൻ്റെ ആ കട, അച്ഛൻ്റെ അതൊക്കെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞങ്ങൾ മസാലപ്പൂരി എല്ലാം കഴിച്ചു. ഇനി അമ്മൂന് ഗോൽഗപ്പ കഴിക്കണമെന്ന്. ഞാൻ കൂടെ എനിക്ക് ഒരു പ്ലേറ്റ് ആയിട്ട് വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ അടുത്താണ് ഈ ഗോൽഗപ്പ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണുള്ളത്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണുള്ളത്. കാണിച്ചു തരാം കേട്ടോ. ഈ പെട്രോൾ പമ്പിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ അത് വരുന്നത്. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നഴ്സറി ഉണ്ട്. അവിടെ അതെല്ലാം അവരുടെയാണ്. അവർ നഴ്സറി റൺ ചെയ്യുന്നുണ്ട്. അതേമാതിരി പച്ചക്കറി കടയും അവരുടെ റാം സീത കഫേ. ഇപ്പം തന്നെ ഒരു 10 പേരെങ്കിലും മാറിയിട്ടുണ്ടായിരുന്നു. അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നത് നമ്മുടെ പുനീത് രാജ്കുമാറൊക്കെ ആയിരുന്നു. ഭയങ്കര ആഘോഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ അങ്ങനെ കുറേ പേരെടുത്തു. പക്ഷേ ആ മാനേജ്മെൻറ്റ് ചേഞ്ച് ആവും തോറും ആ ഒരു ക്വാളിറ്റി ഇല്ല ഫുഡിന്. ഫുഡ് കൊള്ളാം, പക്ഷേ അതാ ഈ നമ്മുടെ ഭാരത് സ്റ്റോർ, എൻ്റെ അച്ഛൻ്റെ കടയുടെ അപ്പുറത്തായിരുന്നു ഈ സ്റ്റോർ. അപ്പോൾ ഇവരിതാ ഇവിടേക്ക് മാറിയിരിക്കുകയാണ്. അവർ തന്നെ വീടും കടയും ഒക്കെ ഇതാക്കിയിരിക്കുക. എൻ്റെ തൊട്ട് ചേർന്നാണ് ഈ കട. സോ ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഏതെങ്കിലും മതി. സോ ഇവിടെ വന്നിട്ട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണുള്ളത്. രാജവാടി, റെഗുലർ, ഗാർലിക് ഉണ്ട്. നിനക്ക് ഏതാ ഇഷ്ടം? സ്വീറ്റ്. സോ ഇപ്പോൾ ഒരെണ്ണം എനിക്ക് തരികയാണ്, ബാക്കി ചോദിക്കരുതെന്ന് പറയുന്നത്. ഇങ്ങനെ തിന്നുമ്പം വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്നു. ഇതിനൊരു സ്പീഡുണ്ട്. ആ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എത്രണ്ണം കിട്ടും ഒരു പ്ലേറ്റിന്? ആവാ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അല്ലേ. ഈ സാധനം ഡ്രൈ സൂക്ക. ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും കഴിച്ചത്. സോ ഇവിടെയാണ് ഈ കട. ഇഷ്ടമുള്ളവർ ഇവിടെ വരാം. ഇവിടെ തന്നെയാണ് ഈ നഴ്സറി. ഞാൻ എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേക്ക് ഇവിടെ നിന്നായിരുന്നു ക്ലാസ് മേടിച്ചു കൊടുത്തത്. സോ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ്. ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. സോ അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് അവർ ഈ പാനിപൂരി നടത്തുന്നത്. അവർ തന്നെയാണ് ഈ ഫ്രൂട്ട് സ്റ്റോളും നടത്തുന്നത്. സോ അപ്പോൾ എന്തൊക്കെ ബിസിനസ്സാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞില്ലേ? ഇനി വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് അച്ഛൻ്റെ കടയുടെ അപ്പുറത്ത് തന്നെയാണ് ഭാരത് സ്റ്റോർ. അതായത് ഇവിടെ നിന്നായിരുന്നു നമ്മൾ പണ്ട് ഡ്രസ്സൊക്കെ നമ്മൾ എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഭാരത് സ്റ്റോറിൽ നിന്നാണ് നമ്മൾ മേടിക്കാറ്. ആൻഡ് ഇവരുടെ കയ്യിൽ നല്ല ക്ലോത്ത്സാണ്.
കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, എത്ര വർഷം വേണമെങ്കിലും ഇടാം. അങ്ങനത്തെ മെറ്റീരിയലാണ് അവർ തരുന്നത്. ആൻഡ് നോ ബാർഗെയിനിങ്. അവർ നമ്മൾ അറിയുന്നവരാണെങ്കിൽ ഒട്ടും കുറയ്ക്കത്തില്ല, അങ്ങനെയാണ്. അപ്പോൾ അവരുടെയാണ്. ഇപ്പോൾ അവർ അവിടെ നിന്ന് മാറി ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് മൊത്തം അവരുടെയാണ്, വീടും കടയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു കഥ, പണ്ടത്തെ കാലം. അപ്പോൾ ഈ അയ്യപ്പ ടെമ്പിൾ എപ്പോഴും നമുക്ക് കുറേ ഓർമ്മകളാണ്, മെമ്മറീസാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ബ്ലോഗുമായി കാണുന്നവരെ ബൈ.